നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. ചുള്ളിക്കൽ ക്വീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലർമാരായ കവിത ഹരികുമാർ, ബാസ്റ്റൻ ബാബു എന്നിവർക്ക് സ്വീകരണം നൽകി. ചുള്ളിക്കൽ ക്വീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലർമാരായ കവിത ഹരികുമാർ, ബാസ്റ്റൻ ബാബു എന്നിവർക്ക് സ്വീകരണം നൽകി. കഴിഞ്ഞ 5 വർഷക്കാലമായി കരുവേലിപ്പടി ഡിവിഷനിൽ പ്രവർത്തിച്ച കോർപ്പറേഷനിലെ മികച്ച കൗൺസിലർ എന്ന നിലയിൽ അംഗീകാരം ഏറ്റുവാങ്ങി. ഇപ്പോൾ 72ാം ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബാസ്റ്റൻ ബാബുവിനെയും കരുവേലിപ്പടി ഡിവിഷനിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ കവിത ഹരികുമാറിനെയും ചുള്ളിക്കൽ ക്വീൻസ് പാർക്കിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ക്വീൻസ് ക്ലബ് ഭാരവാഹികൾ പൊന്നാടണിയിച്ച് ആദരിച്ചു. പിന്നീട് ഞാനൊരു പ്രോഗ്രാമിനൊരു കോമ്പയറിംഗ് സമയത്താണ് ബാസ്റ്റൻ ബാബുവിനെ ഇവിടെ വെച്ച് കലാഭവൻ അനീഫിൻ്റെ പരിപാടിയിൽ വെച്ച് കാണുന്നത്. അതിനുശേഷം പിന്നെ ഈ പാർക്ക് മിക്കവാറും വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ പേരക്കുട്ടിയായിട്ട് വന്ന് ഈ പാർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. എപ്പോഴൊക്കെ ഇവിടെ വെച്ച് കാണാറുണ്ട്. കൂടാതെ എൻ്റെ പേരക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ പോകുന്ന വഴിക്ക്, അവൻ സ്കൂളിലേക്ക് കൊണ്ടേ ആക്കുന്ന വഴിക്കൊക്കെ അവന് പോകാനായിട്ട് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വഴിയാണ് സെൻ്റ് ആൻ്റണീസിൻ്റെ ആ വഴിയിലൂടെ പോകുന്നത്. അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുന്നു, പാട്ട്. ക്വീൻസ് ക്ലബ് പ്രസിഡന്റ് ജേക്കബ് ബോണിഫസ് അധ്യക്ഷത വഹിച്ച യോഗം MB മുഹമ്മദ് ഷഹീർ യോഗം ഉദ്ഘാടനം ചെയ്തു. CS ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ആഗതമായ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളുടെ ഓർമ്മയ്ക്കായി കേക്ക് മുറിച്ച് ഏവരും മധുരം പങ്കുവച്ചു. എല്ലാവരും നല്ലൊരു കോർഡിനേഷൻ, പ്രധാനമായിട്ട് പറഞ്ഞ പോലെ തന്നെ രാവിലെ വരുന്ന ആളുകളുടെ എണ്ണം ഇത്തിരി കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ കാണുന്നത് എണ്ണം കൂടാനായിട്ടുള്ള സാധ്യതയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഡിവിഷനെ പൊന്നുപോലെ കൊണ്ട് നടന്ന ഒരു കൗൺസിലറിന്റെ പിൻഗാമി ആയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ച ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് മാത്രമാണ് എൻ്റെ മുന്നിൽ ഇന്നുള്ളത്. അത് വൃത്തിയായി സൂക്ഷിക്കുക, നല്ല രീതിയിൽ ഡിവിഷനെ കൊണ്ടുപോകുക, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വികസനം, ഒരു കൗൺസിലർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് 5 വർഷക്കാലം കൊണ്ട് നമ്മൾ പഠിച്ചു. സെക്രട്ടറി KK മുഹമ്മദ് അലി സ്വാഗതവും ജാൻസി ബോണിവസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.